ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരി ഓം. ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുപ്രഭാതം, ശുഭദിനം നേരുന്നു. പ്രഹ്ലാദ ചരിതം 24-ാം ദശകം നമ്മൾ സമർപ്പണം ചെയ്തു. അതിൽ ലാസ്റ്റ് ഭഗവാന്റെ അവതാര സമയത്ത്, അതായത് ഹിരണ്യകശിപു മകനോട് എന്ത് ബലത്തിലാണ് നീ എന്നോട്, പ്രഹ്ലാദൻ്റെ ഉത്തരം, ആരുടെ ബലത്തിലാണ് നീ എന്നോട് ഏറ്റുമുട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെയും ബലം അച്ഛൻ്റെയും ബലം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ബലമായിരിക്കുന്ന മഹാവിഷ്ണുവാന്ന് പറഞ്ഞു. അത് കേട്ടുള്ള ദേഷ്യത്താലും ആളുകളൊക്കെക്കൊണ്ട് ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാനായി വാളോങ്ങിക്കൊണ്ട് ചെന്നു. പക്ഷേ പ്രഹ്ലാദനെ, ഭഗവാന്റെ ഭക്തനല്ലേ, പ്രഹ്ലാദനെ കൊല്ലാൻ ഭഗവാൻ സമ്മതിച്ചില്ല. ഭഗവാൻ മനസ്സ് മാറ്റി അവിടെ ഉള്ള ഒരു തൂണിലേക്ക് മനസ്സിനെ മാറ്റിയിട്ട് ആ തൂണിനെ വെട്ടിപ്പൊളിച്ചു. നിൻ്റെ ഭഗവാൻ ഇതിലുണ്ടെങ്കിൽ മഹാവിഷ്ണു ഇതിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അതായത് പ്രഹ്ലാദനെ കാണിച്ചു കൊടുക്കണം, മഹാവിഷ്ണു ഇല്ല, അങ്ങനെ ഒരു ബലം നിനക്ക് വേണ്ട, അതില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ തൂണിൽ ആഞ്ഞു വെട്ടി. അപ്പോൾ എന്തുണ്ടായി എന്ന് മേൽപ്പത്തൂർജിക്ക് വിവരിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ മേൽപ്പത്തൂർജി കണ്ടു കാണും, ഭഗവാന്റെ ആ രൂപം കാണിച്ചു കൊടുത്തു കാണും. അത് കണ്ടപ്പോൾ അത്ഭുത സ്തബ്ധനായി ഇരുന്നു പോയി. പിന്നീട് എനിക്ക് ഇനി പശ്ചാത് വിഷ്ണു പിന്നീട് എന്തുണ്ടായി എന്ന് പറയാൻ വദിതും ഈശോസ്മി സാസ, എനിക്ക് പറയാൻ ശക്തിയില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം നിർത്തിയത്. ഇന്ന് 105-ാമത്തെ ക്ലാസ്സാണ്. അടുത്ത അധ്യായം 25, ദശകം 25 എന്താ കണ്ടതെന്നും എന്താ ഉണ്ടായെന്നും വിവരിക്കുന്നു. നരസിംഹ അവതാരം, അതാണ് ഈ ദശകത്തിൻ്റെ ഹെഡിങ്. അതായത് നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, സിംഹം മൃഗം. അപ്പം ബ്രഹ്മാവിനോട് വരം ചോദിച്ചിരുന്നത് മനുഷ്യരാലോ മൃഗങ്ങളാലോ കൊല്ലപ്പെടാൻ സാധിക്കരുതെന്നാണ്. അപ്പം മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത ഒരു രൂപം അവതരിച്ചു. അതാണ് നരസിംഹ അവതാരം. പ്രധാനപ്പെട്ട ഒരു ദശകമാണിത്. അപ്പം ആ നരസിംഹ അവതാരത്തെ പറ്റി ഇന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ശ്ലോകം വായിക്കാം. ആ നരസിംഹ അവതാരം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് വായിച്ച് പഠിച്ചു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേ ഗാംഭീര്യത്തോടെ വേണം അത് വായിക്കാനും. അത്രയും ശക്തിയോടും സൗണ്ടോടും എല്ലാവരും പേടിച്ചു പോകണം കേൾക്കുമ്പോൾ തന്നെ. ഭഗവാൻ അവതരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഭീകരത നമ്മുടെ സദസ്സിലും ഉണ്ടാവണം. മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ വായിക്കാൻ. അപ്പം ആദ്യത്തെ ശ്ലോകം വായിക്കാം. അത് കേട്ടിട്ട് പിന്നെ ഈ അധ്യായം, ഈ ദശകം വായിക്കുമ്പം നേദ്യമായിട്ട് വെക്കേണ്ട പാനകമാണ്. പിന്നെ ഒരു ചുവന്ന മാലയും വേണം ഭഗവാന്. ചുവന്ന മാല ഇടുമ്പോൾ ഇടുക. പാനകം എന്താണെന്നൊക്കെ നമ്മൾ വഴിയെല്ലാം പഠിക്കും, അധ്യായം കഴിയുമ്പോൾ പറഞ്ഞു തരും. ശർക്കര വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം അതിൽ ചുക്കും പിന്നെ ഏലക്കയും പൊടിച്ചിട്ടിട്ട്
തണുത്ത് കഴിയുമ്പോൾ നാരങ്ങ നീരൊഴിക്കുക കുറച്ച്. അതാണ് പാനകം. അപ്പോൾ വായിക്കാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അഥ ശ്രീമന്നാരായണീയേ ദശകം 25 നരസിംഹാവതാരം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശുപോ കർണൗ സമാചൂർണയന്ന ആഘൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പ കശ്ചന സംവപാത ചലിതോപ്യംഭോജപൂർവിഷ്ടരാത്. ഇതാണ് ഇത്. വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്തംഭേ ഘട്ടയതോ ഘട്ടയതഃ ഹിരണ്യകശുപോഹോ കർണൗ സമാചൂർണയന് ആചൂർണയന് സമാചൂർണയന് ആഘൂർണ ജഗദണ്ഡ കുണ്ടകുഹരഃ ഘോരഃ തവ അഭൂത് രവഃ. അപ്പം എങ്ങനെയാ വാക്കുകൾ? ആഘൂർണ ജഗദണ്ഡ കുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവഃ. അഭൂത് രവഃ. ത പ്ലസ് രാ വന്നപ്പോൾ അത് ദ പ്ലസ് രാ ആ വന്നപ്പോൾ അത് ദ്രവ എന്നായി, ദേറയായി. രായായിരുന്നു, ദ പ്ലസ് രായായിരുന്നു, അത് ദ്രവ എന്നായി. ഘോരഃ തവ അഭൂത് രവഃ. അഭൂത് ത ആണ്, ത പ്ലസ് രാ. ശ്രുത്വാ യം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപി അശ്രുതം കഥാപ്യശ്രുതം കമ്പ കശ്ചന സംവപാത ചലിതഃ അപി അംഭോജഭൂഃ ആവിഷ്ടരാത്. അപ്പം ചലിതഃ അപി അംഭോജഭൂഃ ആവിഷ്ടരാത് ചലിതോപ്യംഭോജപൂർവിഷ്ടരാത് എന്ന് ഇത്. ഇനി നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്തംഭേ, സ്തംഭം എന്ന് പറഞ്ഞാൽ തൂണ്. ഘട്ടയതോ, ഘട്ടയതഃ പ്രഹരിക്കുന്നവനായ. ആ തൂണിനെ വെട്ടിപ്പൊളിച്ചു എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ആ സ്തംഭം തൂണിൽ വെട്ടിയതായ ഹിരണ്യകശുപോഹോ, ഹിരണ്യകശുപുവിൻ്റെ, അതായത് ആ തൂണിനെ തൻ്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് ആഞ്ഞു വെട്ടിയപ്പോൾ ആ വെട്ടുന്നതായ ഹിരണ്യകശുപുവിൻ്റെ കർണൗ, കർണം ചെവിയാണ്. 2 ചെവികളെ കാണിക്കാനാണ് കർണൗ എന്ന് പറഞ്ഞത്. 2 ചെവികൾ. ആചൂർണയന്, ചൂർണമാകുക എന്ന് പറഞ്ഞാൽ പൊടിയുക, പൊളിയുക, തകരുക എന്നൊക്കെ. അപ്പം സമാചൂർണയന് വെട്ടിപ്പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ തകർത്തുകൊണ്ട്, പൊടിയാക്കിക്കൊണ്ട്, ചെവിയെ പൊടിയാക്കിക്കൊണ്ട്. ആഘൂർണ ജഗദണ്ഡ കുണ്ടകുഹരം. ആഘൂർണം എന്ന് പറഞ്ഞാൽ ചുഴറ്റുന്ന, കണ്ണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുഴറ്റിക്കൊണ്ട്. ജഗദണ്ഡ കുണ്ടകുഹരം, തൻ്റെ കോപിച്ച ആ കണ്ണുകളെ ആഘൂർണം ചെയ്തു എന്ന് പറഞ്ഞാൽ ജഗത്താകുന്ന ജഗദണ്ഡകുണ്ടം. അണ്ടം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാത്രം, കുടം. അപ്പോൾ ജഗത്താകുന്ന അണ്ടകുണ്ടം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാത്രം. അത് കുഹരം എന്ന് പറഞ്ഞാലോ എന്താ അതിന് പറയുക? കറക്കുക, ചുഴറ്റുക, ചുറ്റുക എന്നൊക്കെ പറയും. അപ്പോൾ ഭ്രമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങുന്ന, ആ കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട് ആ കണ്ണുകൾ എല്ലാ ദിക്കുകൾ, അതായത് ഘോരസ്തവാഭൂത് രവഃ. രവം എന്ന് പറഞ്ഞാൽ ശബ്ദം. അപ്പം കണ്ണുകളെ ചുഴറ്റിക്കൊണ്ട് ആ ചെവിയൊക്കെ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള വലിയൊരു ശബ്ദം ഉണ്ടായി. അതാണ് ആ രവം ശബ്ദം. ഘോരം എന്ന് പറഞ്ഞാൽ ഭയങ്കരം. തവ അങ്ങയുടെ ഒരു വലിയ ശബ്ദത്തോടെ ശ്രുത്വ, ആ ശബ്ദം കേട്ടിട്ട്
യം കില ഏതൊരു കഥാപി അശ്രുതം, അതായത് ഒരിക്കലും, പൂർവം കഥാപി അശ്രുതം എന്ന് പറഞ്ഞാൽ പൂർവം എന്ന് പറഞ്ഞാൽ പണ്ടൊരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള ഒരു ശബ്ദം ഉണ്ടായി. അത് കേട്ടിട്ട് ശ്രുത്വ കമ്പ കശ്ചന സംഭവാത, കമ്പം ഇളകുക, ഇളകി അല്ലെങ്കിൽ വിറയലുണ്ടാകുന്നതിനെയാണ് ഇളകുക, വിറയ്ക്കുക, ഭ്രമിക്കുക എന്നൊക്കെ. കശ്ചന സംഭവാത ഒരു ശബ്ദരൂപത്തിൽ ഒരു വലിയ ശബ്ദമുണ്ടായി, രവമുണ്ടായി. അത് കേട്ടിട്ട് ഇതിനു മുമ്പ് ഒരിക്കലും കേൾക്കാത്ത പോലെ ഉള്ള ശബ്ദമായിരുന്നു അത്. ഇങ്ങനെയൊരു ശബ്ദം പണ്ടൊരിക്കലും കേട്ടിരുന്നില്ല ഈ ഹിരണ്യകശിപു. സത്യലോകത്തിരുന്ന ചലിച്ചു. ആര്? അംഭോജപൂർവിഷ്ടരാത. അംഭോജം താമരയാണ്, അംഭസിൽ ജനിച്ചത് അംഭോജം. അഭൂത് എന്ന് പറഞ്ഞാൽ ഉണ്ടായത്. അപ്പം താമരയിൽ ജനിച്ചവൻ ആരാത്? അംഭോജപൂഹു, ബ്രഹ്മാവ്. സത്യലോകത്തിരുന്ന ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നിളകിപ്പോയി, പേടിച്ചു വിറച്ചു. അത്രയും അവിടുന്ന് ചാടി എഴുന്നേക്കേണ്ടി വന്നു. അത്രയും ഭയങ്കരമായിരുന്നു ആ ശബ്ദം. ആ ശബ്ദം കേട്ടിട്ട് സത്യലോകത്തിരുന്ന ബ്രഹ്മാവ് പോലും പേടിച്ചു പോയി എന്ന്. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശുപോഹോ കർണൗ സമാചൂർണയന് ആഘൂർണജഗദണ്ഡകുണ്ടകുകരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പ കശ്ചന സംഭപാത ചലിതോപ്യംഭോജപൂർവിഷ്ടരാത്. ഇനി അതിൻ്റെ അർത്ഥം ഇതായിട്ട് പറയുകയാണെങ്കിൽ, തൻ്റെ വാളുകൊണ്ട് തൂണിൽ വെട്ടിയ ഹിരണ്യകശിപുവിൻ്റെ കർണരന്ധ്രങ്ങളെ തുളയ്ക്കുന്നതും ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ അന്തർഭാഗത്ത് വസിക്കുന്ന ചരാചര പ്രപഞ്ചങ്ങളെ സംഭ്രമിപ്പിക്കുന്നതുമായ അങ്ങയുടെ അതിഭയങ്കരമായിരിക്കുന്ന ആ സിംഹനാദം കേൾക്കപ്പെട്ടു. മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്തതായ ആ ശബ്ദം കേട്ടിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ വിവരിക്കാനാവാത്ത സംഭ്രമമുണ്ടായി, പേടിയുണ്ടായി. ഭയസംഭ്രമങ്ങളാൽ വിറയൽ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ കുറച്ചും കൂടെ വിവരിക്കുന്നുണ്ട്. സത്യലോകത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ആ ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഇളകിപ്പോയി ആ ശബ്ദം കേട്ടിട്ട് എന്നർത്ഥം. രണ്ടാമത്തെ ശ്ലോകം. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭദഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദത്ഭുതമിതി ഉത്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജത്തവളോഗ്രരോമവികസത് വഷ്മാ സമാജൃംഭതാഃ. വാക്കുകൾ നോക്കാം. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭദഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുഹു തേ. വപുഹു തേ വിസർഗം വന്നു, തേനാത്താകാരം വന്നുകൊണ്ട് വപുസ്തേ സകാരം വന്നു. അപ്പം വപുസ്തേ വിഭോ കിം കിം ഭീഷണം ഏതത് അത്ഭുതം ഇതി ഉത്ഭ്രാന്തചിത്തേ അസുരേ വിസ്ഫൂർജത് ധവള ഉഗ്ര രോമ വികസത് വഷ്മാ സമാജൃംഭതാഃ. വിസ്ഫൂർജധവളോഗ്രോമ വികസദ്വഷ്മാ സമാജൃംഭതാഃ. വായിക്കുമ്പോൾ അങ്ങനെ വേണം വായിക്കാൻ. അപ്പോൾ വാക്കുകൾ കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ അർത്ഥം. ദൈത്യൻ അസുരൻ,
ദിക്ഷു ദിക്കുകൾ, വിസൃഷ്ടചക്ഷുഷി തൻ്റെ ചക്ഷുഷി കണ്ണുകളെ കൊണ്ട് നോട്ടം ചുറ്റുപാടും എല്ലാ ദിക്കുകളിലേക്കും. മഹാസംരംഭിണി, സംരംഭം എന്ന് പറഞ്ഞാൽ ഇവിടെ കോപം, കോപത്താൽ എല്ലാ ദിക്കുകളിലേക്കും. സ്തംഭതഃ, തൂണിൽ നിന്ന് വന്ന ശബ്ദം എവിടെ നിന്ന് വന്നതാണെന്ന് 4 ദിക്കുകളിൽ എല്ലാ ദിക്കുകളിലേക്കും കണ്ണുകൾ ഓടിച്ചു നോക്കി, ചുറ്റുപാടും നോക്കി ആ ഹിരണ്യകശിപു ഈ ശബ്ദത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് വന്നത് എന്ന് തെരഞ്ഞുകൊണ്ടിരുന്നു എന്നർത്ഥം. കണ്ണുകൾ കൊണ്ട് ചുറ്റുപാട് നോക്കിക്കൊണ്ടിരുന്നു. സംഭൂതം, അതെവിടെ നിന്നാണ് ഉണ്ടായത്? നാ മൃഗാത്മകം, സംഭൂതം ഉണ്ടായി. നാ മൃഗാത്മകം, മൃഗമല്ല. നാ മനുജാകാരം, മനുഷ്യരൂപവുമല്ല. അപ്പം മൃഗരൂപവുമല്ല മനുഷ്യരൂപവുമല്ല. വപുഹൂത്തേ, അങ്ങയുടെ വപുസ്, ആ ശരീരം. വപു എന്ന് പറഞ്ഞാൽ ശരീരം, രൂപം, മൂർത്തി എന്നൊക്കെ അർത്ഥം. അപ്പോൾ വപുഹൂത്തേ വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, വിഭോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ, ആ ശബ്ദം എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയപ്പോൾ ഒരു മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത, മൃഗവും മനുഷ്യനുമായ ഒരു രൂപം. കിം കിം ഭീഷണമേതത്, എന്തെന്ത് ഭീഷണം, ഭീഷണം ഭീതി, ഭ്രമിച്ചു എന്നൊക്കെ അർത്ഥം. ഏതത് അത്ഭുതമിതി, ഇതെന്തൊരത്ഭുതമാണ്. മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത ഒരു രൂപം. ഉത്ഭ്രാന്ത ചിത്തേ അസുരേ, ഉത്ഭ്രാന്ത ചിത്തം എന്ന് പറഞ്ഞാൽ ഭ്രമിച്ച് കോപം, അതായത് ഭയങ്കരവും ഭീകരവുമായ അത്ഭുതവുമായ ആ രൂപത്തെ കണ്ട് സ്തംഭിച്ചു നിന്നു. വിസ്ഫൂർജ ധവളോഗ്രരോമം, അപ്പം ആ രൂപം എങ്ങനെയായിരുന്നെന്നാണ് പറഞ്ഞത്? വിസ്ഫൂർജത്, വിസ്ഫൂർജത് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന, ധവളം വെളുത്തത്, ധവള ഉഗ്രരോമം വെളുത്ത വലിയ രോമങ്ങൾ, വികസത് വികസിച്ചിരിക്കുന്ന, വഷ്മ, വഷ്മ എന്ന് പറഞ്ഞാൽ ശരീരം, സമാജൃംഭതാഹ പർവ്വതാകാരമല്ല ആകാശത്തോളം മുട്ടി നിൽക്കുന്ന ഭയങ്കരമായ ഒരു രൂപമായിട്ട് ആ രൂപം വളർന്നു. എങ്ങനെയുള്ള രൂപമായിരുന്നു? മനുഷ്യനുമല്ല മൃഗവുമല്ല, മൃഗത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ശരീരവുമായിട്ടുള്ള ആ ഭയങ്കര രൂപം പുറത്തേക്ക് വന്നു, വളരാൻ തുടങ്ങി, ആകാശത്തോളം വളർന്നു വന്നു എന്നർത്ഥം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ 16 പ്രാവശ്യം ഹരേ നാരായണ ചൊല്ലുക. ശ്രീ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം ബഭുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിത്യുൽഭ. ഇതി എന്നും വായിക്കാം, ഉത്ഭ്രാന്താന്ന് ഒന്നിച്ച്. ഇത്യുൽഭ്രാന്ത ചിത്തേ സുരേ, ഇതി എന്ന് പേക്ഷണം, അത്ഭുതം ഇതി എന്നിട്ടാണെങ്കിൽ വ്യുൽഭ്രാന്ത, വ്യൂ വരും അവിടെ, വായയും വിയു ഒന്നിച്ചാണെങ്കിൽ അത്ഭുതം ഇത്യുൽഭ്രാന്ത ചിത്തേ സുരേ, ട്യൂ വരും. വിസ്ഫൂർജധവളോഗ്രരോമ വികസദ്വർഷ്മ, വികസത് വർഷ്മ, വികസദ്വർഷ്മ ദുവ സമാജൃംഭതാഹ. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, ആ സിംഹനാദം കേട്ട് അധികം കോപത്തോടുകൂടി ഹിരണ്യകശിപു ശബ്ദത്തിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കാൻ എല്ലാ ദിക്കുകളിലേക്കും തൻ്റെ കണ്ണുകളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സർവവ്യാപിയായ അവിടുന്ന് മൃഗാകാരവും മനുഷ്യാകാരവുമല്ലാത്ത സ്വരൂപത്തോടെ തൂണിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നു. അതിഭയങ്കരവും അത്യാശ്ചര്യകരവുമായ ഈ രൂപം
എന്താണെന്ന് ചിന്തിച്ച് ദൈത്യേന്ദ്രൻ സംഭ്രമിച്ചു നിൽക്കുമ്പോൾ, ഹിരണ്യകശിപു പേടിച്ചു വിറച്ച് സംഭ്രമിച്ചു നിൽക്കുമ്പോൾ അവിടുന്ന് ധവളവർണ്ണങ്ങളായി, വെളുത്ത വർണ്ണമായി വിടർന്നിരിക്കുന്ന ഇടതൂർന്ന ആ സടയെയാണ് കുഞ്ചിരോമമെന്നും വലിയ രോമം എന്നൊക്കെ പറഞ്ഞില്ലേ അത്. അപ്പോൾ ഇടതൂർന്ന ആ രോമങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ശരീരത്തോടെ അത്യുന്നതനായി ഭവിച്ചു. വളർന്നു വന്നു, വലിയവനായി ഭവിച്ചു, വളർന്നുകൊണ്ടിരുന്നു. അത്രയും വലിയ രൂപമായി മാറി എന്നർത്ഥം. അപ്പം നമുക്ക് ഈ 2 ശ്ലോകം ഒന്നും കൂടി വായിച്ചിട്ട് ഒന്നുകൂടെ അർത്ഥം നോക്കാം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശുപോः കർണൗ സമാചൂർണയന്നാകൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പഃ കശ്ചന സംഭപാദചലിതോപ്യംബോജപൂർവിഷ്ടരാത്. തൻ്റെ വാളുകൊണ്ട് തൂണിൽ വെട്ടിയ ഹിരണ്യകശിപുവിൻ്റെ കർണരന്ധ്രങ്ങളെ തുളയ്ക്കുന്നതും ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ അന്തർഭാഗത്ത് വസിക്കുന്ന ചരാചര പ്രപഞ്ചങ്ങളെ സംഭ്രമിപ്പിക്കുന്നതുമായ അങ്ങയുടെ അതിഭയം മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്തതായ പ്രസ്തുത ശബ്ദം കേട്ടിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ വിവരിക്കാനാവാത്ത ഭയസംഭ്രമങ്ങളാൽ വിറയൽ അനുഭവപ്പെട്ടു. സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഇളകിപ്പോയി. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദത്ഭുതമിതി ഉത്ഭ്രാന്തചിത്തേ സുരേ കിം കിം ഭീഷണമേതദത്ഭുതമിത്യുത്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസദ്വഷ്മാ സമാജൃംഭതാക. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, സിംഹനാദം കേട്ട് അത്യധികം കോപത്തോടുകൂടി ഹിരണ്യകശിപു ശബ്ദത്തിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കാൻ എല്ലാ ദിക്കുകളിലേക്കും തൻ്റെ കണ്ണുകളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സർവവ്യാപിയായ അവിടുന്ന് മൃഗാകാരവും മനുഷ്യാകാരവുമല്ലാത്ത സ്വരൂപത്തോടെ തൂണിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നു. അതിഭയങ്കരവും അത്യാശ്ചര്യവുമായ രൂപം എന്താണെന്ന് ചിന്തിച്ച് ആ ഹിരണ്യകശിപു സംഭ്രമിച്ചു നിൽക്കുമ്പോൾ അവിടുന്ന് ധവളവർണ്ണങ്ങളായി വിടർന്നിരിക്കുന്ന ഇടതൂർന്ന ആ സട കുഞ്ചിരോമങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ശരീരത്തോടെ അത്യുന്നതനായി ഭവിച്ചു. ഇന്ന് ഇത്രയും മതി 2 ശ്ലോകങ്ങൾ. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഓം തത്സത്.